ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞങ്ങാട് വാച്ച് റിപ്പയറിംഗ് കട നടത്തുന്ന സൂര്യപ്രകാശ്, അമ്മ ഗീത, ഭാര്യ ലീന എന്നിവരാണ് മരിച്ചത്. അമ്മയെയും ഭാര്യയെയും വിഷം കൊടുത്ത് കൊന്ന ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ജോസഫ് കാസർഗോഡ് നിന്ന് ചേരുന്നു. ജോസഫ്, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്? ലിബീഷ്, ഇന്ന് രാവിലെയാണ് കാഞ്ഞങ്ങാട്ടെ ആവിക്കരയിലെ ഒരു കുടുംബത്തിലെ 3 പേരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ തന്നെ വാച്ച് വർക്ക് റിപ്പയറിംഗ് വർക്കൊക്കെ നടത്തുന്ന സൂര്യപ്രകാശ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഗീത, ഈ സൂര്യപ്രകാശിന്റെ മാതാവ് ലീല എന്നീ 3 പേരെയാണ് ഈ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഇവർക്ക് 2 പേർക്കും, ഭാര്യയ്ക്കും മാതാവിനും, വിഷം നൽകിയതിനു ശേഷം സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഹോസ്ദുർഗ് പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എന്താണ് ഈ മരണ കാരണം എന്നുള്ളതോ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ചില ഊഹാപോഹ കഥകൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്പസമയത്തിനകം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഏതൊക്കെയാലും രാവിലെ തന്നെ കാഞ്ഞങ്ങാട് നഗരത്തെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ തന്നെ ഏറെ അറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഇന്ന് ആത്മഹത്യ ചെയ്തത്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം ഇപ്പോൾ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. 2 മക്കൾ ഇവിടെ സംഭവ സ്ഥലത്തില്ലായിരുന്നു. ഇവരിൽ നിന്നൊക്കെ പോലീസ് വിവരം ശേഖരിക്കുന്നുണ്ട്. ഏതൊക്കെയാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ലിബീഷ്. ശരി ജോസഫ്. കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്ന് നൽകിയത്.